പൊന്നി, രാഘവേട്ടന് കുടിക്കാൻ കാപ്പിയോ എന്തെങ്കിലും എടുത്തു കൊടുക്ക. ശരി സത്യമ്മ. അങ്ങനെ ചായയും കാപ്പിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. കാപ്പിയും ചായയൊക്കെ കുടിച്ചിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നേ. ഏട്ടന്റെ സന്തോഷം എന്റെയും സന്തോഷം. എന്നാ പിന്നെ ഏട്ടാ ഞാനും കൂടെ ഇറങ്ങട്ടെ. നിനക്കിപ്പോ തന്നെ പോണോ? കുറച്ചേരം എന്റെ അടുത്ത് ഇരുന്നിട്ട് പോയാ പോരെ? അതിന് ഇനിയും വരാമല്ലോ. ഞാൻ ഏട്ടന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടല്ലോ. രാമേ, നല്ല ക്ഷീണം, എനിക്കൊന്ന് കിടക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പക്ഷേ അവള് നമുക്കിടയിൽ ഒരു കട്ടുറുമ്പാവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചന്ദ്ര, നീ കൂടെ നിക്ക് ചന്ദ്ര, നമുക്ക് ഒരുമിച്ച് റീൽസ് ചെയ്യാം. ഏയ് ഞാനൊന്നുമില്ല. ഇതിൽ രണ്ടുപേര് വേണമെന്നേ, ചുമ്മാ നിന്നാ മതി, ഞാൻ എടുത്തോളാം. മീര ജാസ്മിൻ ആവാനും ഭാവന ആവാനും അല്ലേ? ഈ രണ്ടുപേരുമായിട്ട് എനിക്ക് യാതൊരു സാമ്യവും ഇല്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. ഒന്ന് വാ ചന്ദ്രേ, എന്റെ ഒരു ആഗ്രഹമല്ലേ. അല്ലെങ്കിൽ തന്നെ സാമ്യം ഉണ്ടായിട്ടാണ് ഓരോരുത്തർ റീൽസ് ചെയ്യുന്നേ. ഞാൻ കൂടെ റീൽസ് ചെയ്യണമെന്നാ റാണി പറയുന്നേ. എന്ത് ചെയ്യണം? ഇതാ ഞാൻ പറഞ്ഞത്, അവള് കട്ടുറുമ്പാണെന്ന്. എന്നാ ഞാൻ പോകുന്നില്ല. ചെയ്യുന്നേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാലോ. ശരി, ഓക്കെ. ചന്ദ്ര ഒന്ന് വാ. പ്രകാശ് പറഞ്ഞു ചെയ്യാൻ. എന്നാ നമുക്ക് നോക്കിയാലോ? എന്റെ പൊന്ന് ചന്ദ്രേ, ഇപ്പോഴേ നീ എല്ലാത്തിനും സമ്മതം വാങ്ങാൻ നിന്നാലേ ഭാവിയിൽ നീ കൊറേ ബുദ്ധിമുട്ടേണ്ടി വരും മോളെ. ആ ബുദ്ധിമുട്ടേ ഞാനങ്ങ് സഹിച്ചോളാം മോളെ. ശരി വാ, എന്റെ കാര്യം നടക്കട്ടെ. ഏട്ടാ തട്ടണ്ട, ദാ വരുന്നു. വാ, മഹേന്ദ്ര സാറ് വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു. വണ്ടി പുറത്തുണ്ട്, കയറിക്കാം. വന്ന് വണ്ടി കയറി. വരാനാ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ. തടയാൻ വന്നോണ്ടല്ലോ, മാറികളി. കറണ്ട് പോയെന്ന് തോന്നുന്നില്ല. ആ റാണിയും ചന്ദ്രയും വിളക്ക് പോലും കത്തിച്ചില്ലല്ലോ. നിക്കണോടെ, എന്റെ വീട്ടിൽ വന്ന ആളാണ്. അവിടെ നിക്കണോടെ. എന്റെ കൈ. അയ്യോ മോളെ, എന്താ പറ്റിയേ? അയാള് കത്തിയുണ്ട് മോളെ. വേലായുധേട്ടാ, വേലായുധേട്ടാ, ഹോസ്പിറ്റലിൽ പോ.
കുഞ്ഞേച്ചി വിളിച്ചേ? അമ്മ എന്ത് ക്ഷമ? അമ്മയ്ക്ക് തീരെ സുഖമില്ല. പൂജാമുറി കയറി ഒരേ ഇരിപ്പാ. ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അമ്മയെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം. അതിനെ അമ്മയ്ക്ക് പനിയും ജലദോഷം ഒന്നും അല്ല. ഏതോ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാ അമ്മയ്ക്കിപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ ആ സ്ത്രീ ആരാണെന്നും അവരെന്തിനാ അമ്മയെ കാണാൻ വന്നതെന്നൊക്കെ കുഞ്ഞേച്ചിക്കും അറിയാം. പറ, ആരാ അവര്? ഓ, നിങ്ങൾക്കൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ. ആ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടാ അമ്മയ്ക്കിപ്പൊ ഇങ്ങനൊരവസ്ഥ വന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്ന പോലും അല്ല. ഏതോ ഹോസ്പിറ്റലാ കൊണ്ടുപോകാൻ പോകുന്നേ? അത് പറ. ഇനിയിപ്പൊ ശാരദയ്ക്കും മക്കൾക്കും ആ പേര് കൂടിയേ വീഴാനുള്ളൂ. ഭ്രാന്തുള്ള കുടുംബമൊന്ന്. എല്ലാരും കൂടി സ്നേഹിച്ച് അമ്മ അവിടെ എത്തിക്കാതിരുന്നാ മതി. എനിക്കതേ പറയാനുള്ളൂ. വിശേഷം തീർക്കാൻ വിളിച്ചിരിക്കുന്നു.